അപ്പം ഞങ്ങള് അജോലയുടെ ആഗ്രഹപ്രകാരം വെക്കേഷനായ കാരണം അജോലയ്ക്ക് വെക്കേഷൻ ലീവ് തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. പക്ഷെ എന്താന്ന് വെച്ചാല് അവൾക്ക് സ്കൂളിലും കാര്യങ്ങളും ഒക്കെ ആയ കാരണം എവിടേക്കും പോകാൻ പറ്റുന്നില്ല. അല്ലാണ്ട് ഞങ്ങൾ കൊണ്ടുപോകണ്ടല്ലോ കേട്ടോ, അവൾക്ക് സമയമല്ലേ വരാനായിട്ട്. അത് കാരണം ഇപ്പൊ ഇന്നാണ് അവൾക്കൊരു സമയം കിട്ടിയത്. ഇന്നാണ് അവൾക്കൊരു സമയം കിട്ടിയാണത്. അപ്പൊ അവളുടെ സമയം കിട്ടിയിട്ട് വേണം നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മുടെ സമയത്തിന് അവള് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പൊ ഇത് കാരണം ഇന്ന് അവള് ഫ്രീ ആന്ന് പറഞ്ഞു. അപ്പൊ ശരി, അവളെയും കൊണ്ട് പോവാന്ന് പറഞ്ഞു. എവിടേക്കാന്ന് വെച്ചാല് അടയാർ ഇക്കോ പാർക്ക്. അപ്പൊ ദിവസം എന്നിട്ട് ഇക്കോ പാർക്ക് അടയാർ ഇക്കോ പാർക്ക്. അത് 6 മണി വരെയൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ പെട്ടെന്ന് ഇത് തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കണേ. എന്നൊന്നും പറയില്ല കേട്ടോ, സ്ലോ ആയിട്ട് തന്നെ പോകുന്നത്. അപ്പം പിന്നെ രാവിലെ ഒരു സംഭവം നടന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത പള്ളിയിൽ പോകാൻ നോക്കിയപ്പോ കാർ സ്റ്റാർട്ടാണല്ലോ. അതിന്റെ ബാറ്ററി ഒക്കെ പ്രശ്നമായി കിടക്കായിരുന്നു. അപ്പൊ കാരണം അത് രാവിലെയാണ് അറിഞ്ഞത്, ഇന്ന് രാവിലെ. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് വന്ന് പിന്നെ അതൊക്കെ വന്ന് ആളൊക്കെ വന്ന് റെഡിയാക്കി നോക്ക്. അവിടെ മൊബൈലൊക്കെ ആഴി പോണു എന്നെ കട്ടില്ല. പിന്നെ അപ്പം ആളൊക്കെ വന്ന് റെഡിയാക്കി. അതിന് കുറച്ച് സമയമൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേർത്ത് കുളിച്ച് പിന്നെ ഞങ്ങൾ റെഡിയായി പോവാനായിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പൊ സമയത്തിന് 3 മണിയാ, 3:30 ആയിട്ടോ. അപ്പൊ 6 മണി വരെയൊക്കെ ഉള്ളു അവിടെ. അപ്പൊ അത് കാരണം അജോല ഭയങ്കര ടെൻഷനിലാണ്. ഇനിയിപ്പോ അവിടെ എത്തുന്ന മുമ്പ് ക്ലോസ് ചെയ്താലോ. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് അവള് ചെയ്യുന്ന അവിടെ കാട്ടിക്കൂട്ടുന്ന ക്രമങ്ങളൊക്കെ ഞാൻ വന്നിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. വീഡിയോ എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. ഇപ്പൊ കുഴപ്പമില്ല, ഒരുവിധം 50-50 മൂട്ടിലാണ് അജോല. ഇനിയിപ്പോ അവിടെ എത്തുമ്പോ എന്താണ്ടാവുന്ന അറിയില്ല, തിരിച്ചു വരുമ്പോ. അപ്പൊ അങ്ങനെ പിന്നെ അജോലിക്ക് വരാൻ താല്പര്യമൊന്നുമില്ല. ഞാന് അവിടെ വീട്ടിലിരിക്കാൻ ഇഷ്ടം. പക്ഷെ എനിക്കിപ്പോ വേർത്ത് കുളിച്ച് വീട്ടിലിരിക്കാൻ തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് പകല്. രാത്രിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പക്ഷെ പകല് എനിക്ക് വീട്ടിലിരിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പൊ അത് കാരണം പിന്നെ അജോലിക്ക് പിന്നെ അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നതില്ല. അപ്പൊ വീട്ടിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വന്നില്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നേനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. പിന്നെ അജോല നാളെ വന്നിട്ട് ഇവിടെ പോവാണ്. അത് കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. നാളെ സ്കൂളിലാണ് നാച്ചുറൽ ക്ലബിന്റെ ഇതാണ് നാളെ രാവിലെ അവൾക്ക് പാട്ട് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞ് 4 മണിക്ക് അവള് പോയിട്ട് പിന്നെ ചൊവ്വാഴ്ച 2 മണിക്കേ വരുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് അജോല. എനിക്ക് ഒരു ദിവസം കറക്റ്റായിട്ട് 22 hours ആണ്. അപ്പൊ അത് കാരണം അത്രയും നേരം ഇങ്ങനെ അജോലനെ കാണാണ്ട് ഞാൻ ഇരിക്കും എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത് ഇപ്പൊ. പക്ഷെ അജോലി ഉള്ള കാരണം അജോലി ഉണ്ടായാലും എനിക്ക് അജോലി ഉള്ളമാതിരി ഉണ്ടാവില്ല. അതാണ് ഒരു കുഴപ്പമേ. അജോല തന്നെയാണ്. അജോലി ഉണ്ടെങ്കിലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് വിശേഷം. അപ്പം നാളെ പോയി കഴിഞ്ഞാൽ അവള് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എത്തുള്ളൂ. അപ്പൊ അതങ്ങനെ. പിന്നെന്താ ഇനി ഇപ്പൊ അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഈക്കോ പാർക്ക് അജോലയ്ക്ക് ഇൻട്രസ്റ്റ് ആയ കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എന്തിട്ടടിയുള്ളത് നോക്കാനായിട്ട്. പിന്നെ ഇന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവളുടെ പ്ലാന്റിന്റെ അവൾക്ക് ചെടി വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഇവിടെ വിചാരിച്ച അച്ഛൻ ചെടിയൊക്കെ തൊട്ടി. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ച അച്ഛൻ ചെടി തൊട്ടു. അവിടെ കുറെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ള ചെടികൾ കുറെ ചെടി ഉണ്ട്. പക്ഷെ അച്ഛൻ എന്തുവാ ഞാൻ വിചാരിച്ചപ്പം ഒരു പ്ലാന്റ് ചോദിക്കുമ്പോ ചട്ടിയോട് കൂടി ഇങ്ങനെ എടുത്തായിരുന്നു. അച്ഛൻ അതിലും വലിയ ആള് ആ ചെടിയുടെ 2 പീസ് കട്ട് ചെയ്ത് തന്നു. അച്ഛൻ പറ്റിച്ചു. നീ അപ്പഴത്താണ് നനച്ചേ. അപ്പൊ അങ്ങനെ വിചാരിച്ച അച്ഛൻ ചട്ടിയോട് അച്ഛൻ എന്ത് ചെയ്തു അത് 2 പീസ് നമ്മുടെ ഇതുമില്ല മണ്ണുമില്ല ഒന്നുമില്ല എന്നൊക്കെ വാങ്ങിച്ചിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോ അജോല ഒരു ദിവസം പോകുമ്പോ ഇനിയിപ്പോ അതിന്റെ അവസ്ഥ എന്താവുന്നത്. അതല്ലാണ്ട് ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ നിന്ന് 3 ചെടികൾ കൊണ്ടുവന്നു. അവളവിടെ കൊണ്ടുവച്ച് മുകളിലെ ടെറസിന്റെ അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം കൊഴിക്കുന്നുണ്ട്. പക്ഷെ അതിനും ഇത് ചട്ടിയൊന്നും ഇല്ല കേട്ടോ എപ്പോഴും. അപ്പൊ അതൊക്കെ ഇനി സെറ്റ് ആക്കണം. അപ്പൊ അജോല ഇനി പോയിട്ട് വന്നിട്ട് എന്ന് പറയാനായിട്ട് അജോല വിദേശത്തേക്ക് പോകണം പറയണ്. അജോല പോയിട്ട് വന്നിട്ട് വേണം ഇനി ഇതൊക്കെ സെറ്റ് ആക്കാനായിട്ട്. അതുവരെയ്ക്ക് ഒരു ദിവസം കൊണ്ട് ഇനി അവളുടെ പ്ലാനിന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് അതിനെ പറ്റി ഒന്നും വിചാരമില്ല. അപ്പൊ ശരി ഞാൻ പോവാണ്, എന്റെ പ്ലാന്റിനായി വെള്ളം ഒഴിക്കും ഒന്നുമില്ല. 22 மணி நேரத்துக்கு நீங்க ஏதோ 2 வாரம் போற மாதிரி பண்றீங்க. അപ്പൊ എന്നാലും പോവല്ലേ നീ, എനിക്ക് വിഷമാവണു. എന്നാലും ശരി കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ അജോലിയുള്ള പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയണേ. പക്ഷെ അജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ മാതിരി പറഞ്ഞു അതിലെ പോണതിനെ പറ്റിട്ട്. അയ്യോ അജോലിക്ക് അറിയാനെ പറ്റിട്ട് എന്താന്നല്ല അജോലി ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഉത്സവമാണ്. ഉത്സവം അല്ല ചലിക്കൊന്നും പറയല്ലേ. ശരി നീ പറയാം, നിനക്ക് എന്താ വിശേഷം? നിനക്ക് എങ്ങനെ നാച്ചുറൽ ക്ലബ്? ഞങ്ങളൊരു ദിവസം കാണാൻ. ശരി ഇത് മാത്രം പറയും. നീ ഒരു കുഴപ്പമില്ല നിനക്ക്? ഞങ്ങളെ കാണാണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല.
അവൾക്ക് പിന്നെ അങ്ങനെയൊക്കെ പോയി പരിചയമായി. ഒരു ദിവസം ഞാൻ 3 ദിവസമൊക്കെ വന്നിട്ടില്ലേ നീ? ഇത് എന്താ ക്യാമ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, എന്റെ പേര് ഇത് രാജപുരസ്കാർ. അത് എത്ര അതിവിടെ അധികം ഒന്നും എടുക്കില്ല. രാജപുരസ്കാർ ഇല്ല. അതാ 2 നാളോ 3 നാളോ അതിലധികം പോണത് രാജപുരസ്കാരം നിனைக்கிறேன். കൊഞ്ചം അധികം നേരം ട്രിവാൻഡ്രം കൂടെ ശീഘ്രം വന്നിട്ട് നിனைக்கிறேன். അങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ അങ്ങനെ വിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട്. കാരണം കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളില്ലെങ്കിൽ അവൾക്ക് സന്തോഷമാ. ഞങ്ങളാണ് അയ്യോ ഇനിയിപ്പൊ അജോല എന്താ ചെയ്താവോ, അജോല കുളിച്ചാവോ. മെയിൻ ആയിട്ട് അവള് അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ. അവള് കുളിക്കാണ്ടിരിക്കും. അതാണ് മെയിൻ ടെൻഷൻ. പക്ഷെ ഭക്ഷണം കഴിച്ചോ എന്നുള്ള ടെൻഷൻ ഇല്ല കേട്ടോ. അതെന്തായാലും അവള് കഴിച്ചിട്ടുണ്ടോ, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ. അത് കാരണം ആ ടെൻഷൻ ഇല്ല. കുളിച്ചാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ വേഗം കിടന്ന് ഉറങ്ങിണ്ടാവോ, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞിണ്ടാവോ, അല്ലെങ്കിൽ വേഗം ഉറങ്ങണ ചൊല്ല അങ്ങനെ പറയും. അല്ലാണ്ട് അന്നേരം പിറ്റേ ദിവസം ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അവൾക്ക്. അപ്പൊ അത് പറയും. പിന്നെ കുളിക്കാത്തത് അതാണ് ഒരു പ്രശ്നം. വേറെ ഒന്നുമില്ല, വേറെ ഒരു ടെൻഷനും ഇല്ല അവള് പോയി കഴിഞ്ഞു. ഞങ്ങള് ഭയങ്കര സന്തോഷാ. എന്താ எனக்கு தெரியாது. ஆன்லைன் புக்கிங் Thursday ஹாலிடே ஆன்லைன் புக்கிங் ஆன்லைன் போறாங்க. தெரியும். അപ്പൊ വരണ വഴിക്ക് നല്ല ഉറക്കൊക്കെ പാസ്സാക്കി എല്ലാരും. അപ്പൊ പാസ്സാക്കിയിട്ട് എന്തുണ്ടായി, ഈക്കോ പാർക്കിൽ എത്തിയപ്പോഴാണ് അവിടെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈനാ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി അതുപോലെ പോയി നോക്കാന്ന് പറഞ്ഞു. പോയി ചോദിക്കാന്ന് പറഞ്ഞ പോയി ചോദിച്ചപ്പോ അവര് പറയുന്നു 4:30 വരയ്ക്കുള്ളത് ബുക്കിംഗാ എന്താ പറഞ്ഞു. അപ്പൊ അതും കേട്ടിക്കൊണ്ട് അതുപോലെ അങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ ഫോൺ ഇവിടെ എന്തോ അപ്പം അങ്ങനെ അപ്പൊ അപ്പൊ 4:30 വരയ്ക്കുള്ള ബുക്കിംഗ് ഉള്ളത്. അപ്പൊ ഇന്ന് അവിടെ പോകാൻ പറ്റില്ല, എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അത് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഇപ്പൊ അടയാറ് പള്ളിയില് വേളാങ്കണ്ണി പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ്. മെയ് മാസം ഒരു ദിവസം ഈക്കോ പാർക്ക് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ്. അതും മജോളയുടെ സമയവും സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് വിശേഷം. ഇപ്പൊ ഞങ്ങൾ അടയാറ് എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് പറയാം. കളർഫുൾ ഷെയർ ചെയ്താണ് കേട്ടത്. எப்படி இருக்கு சொல்லுங்க. இதுக்குள்ள கேமரா நல்லா ദഹി കാപ്പി ഫസ്റ്റ് ലസ്സി കുടിച്ചു, കുഴപ്പമില്ലായിരുന്നു. അതൊരു കച്ചോരി കഴിച്ചു, ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ സമോസ വിത്ത് ചട്നി, ദഹി കാപ്പി ചട്നി പുളിപ്പാർക്ക. கேமராவை நீங்க ஏன் மறைக்கிறீங்க? இப்படி பிடிக்கலமா? ரைட் ஹேண்ட் எதுக்கு இருக்கு? ரைட் ஹேண்ட் வராத இருக்கு. കാറിലെ ഏസിയിൽ ടാനായി കേക്കാതെ നീ വാ അത് പിടിച്ചിട്ട് വാ. ഇവിടെ മേലെ അപ്പോൾ ഇത് അടയാറ് വേളാങ്കണ്ണി പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് കുർബാന തുടങ്ങിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുർബാന അറ്റൻഡ് ചെയ്തിട്ട് ശരി അത് ഏത് പള്ളി പോയാലും കുർബാന ഉണ്ടെങ്കിൽ ഞങ്ങൾ കുർബാന കണ്ടിട്ട് വരല്ലോ.
അത് കാരണം പിന്നെ ശരി കുർബാനയ്ക്ക് ഇരുന്നപ്പോൾ ലാസ്റ്റ് കുർബാന കഴിയാറായിട്ട് സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ കുറച്ച് കിളികളൊക്കെ കണ്ടപ്പോൾ പിന്നെ അതുപോലെ പിന്നെ അതിൻ്റെ പിന്നാലെ ഞാൻ മൊബൈൽ കൊടുക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ അവൾ കേൾക്കണേ അവൾ മൊബൈൽ വേണം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരേ ഇത് തന്നെ ഞോണ്ടിക്കൊണ്ടിരിക്കുക എന്നിട്ട് ശരി അപ്പോൾ ഞാൻ മൊബൈൽ കൊടുത്തു അപ്പോൾ അവൾ എടുത്താണ് അതൊക്കെ അവിടെ ബേർഡ്സൊക്കെ വന്നിരുന്നിട്ട് കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഉള്ളിലും പള്ളിയിലെ ചെല്ലേലും ഒക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വിശേഷം അവനെ കുർബാനയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചിൽ പോകണമല്ലോ പിന്നെ അവിടെ പോയി പിന്നെ ബീച്ചിൽ പോകണമല്ലോ ബീച്ചിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാരും വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല ആ ജലം മാത്രം കുറച്ച് കടലിലത്തെ വെള്ളം എടുത്തുകൊണ്ട് തോന്നുന്നു എന്തിനാന്ന് വെച്ചാൽ അവൾക്കത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാനെന്ന് പറഞ്ഞിട്ട് കടൽ വെള്ളം അപ്പോൾ അതിലുള്ള ആ വെള്ളത്തിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ബാക്ടീരിയാസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എടുത്തത് കടൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്നത് ഒരു കുപ്പിയിലെടുത്തുകൊണ്ട് വന്നു പിന്നെ സ്കൂള് ക്ലോസ് ആവാറായുള്ള സമയമായി തുടങ്ങി അതായത് ഡേയ്സേ പിന്നെ അത് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് പിന്നെ അത് നോക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെയാണ് വിശേഷം പിന്നെ എന്തുവെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് വിശേഷം കുറേ പ്രാവശ്യം പറയുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മാർക്കറ്റിലോട്ട് പോയി അവിടെ മെഴുതിരി കത്തിക്കാനുള്ളതൊക്കെ ഉണ്ട് പള്ളിയിൽ അപ്പോൾ അതൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷ് മാർക്കറ്റിൽ നിന്ന് പിന്നെ റോഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി പക്ഷേ ഇതിനിടയ്ക്കിടയ്ക്ക് പല വീഡിയോസും വീഡിയോ എടുത്ത മാതിരി ഉണ്ട് പക്ഷെ അത് കാണാനില്ല കേട്ടോ പക്ഷേ ഇതിലിപ്പോൾ ഗാലറിയിൽ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണോ അല്ലെങ്കിൽ സ്പേസ് ഇല്ലാത്ത കാരണേ അപ്പോൾ അത് കാരണം അതിലെന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയതാണ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ അജോറിയ ചില എന്തെങ്കിലും ചെയ്തോന്നാണ് എനിക്കറിയാത്തത് അങ്ങനെ പലതും മിസ്സായിട്ടുണ്ട് പിന്നെന്താ പിന്നെ അത് പെട്ടെന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിക്കണം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക അതുകൊണ്ടാണ് പല തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെ എന്താണെന്ന് പറയാൻ വന്നു വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളിപ്പോൾ എവിടേക്കെങ്കിലും പോണ സമയത്ത് നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും നല്ല വീഡിയോ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചൂടും ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ എ സി ആണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചൂട് അത് തുടങ്ങുമല്ലോ അപ്പോൾ അത് കാരണം വളരെ ഭയങ്കരമായിട്ട് ടയർഡാവുക അല്ലെങ്കിലും ഭയങ്കരമായിട്ട് ടയർഡാവും ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിലും ഭയങ്കരമായിട്ട് ടയർഡാവുക അപ്പോൾ പിന്നെ ഒന്ന് അങ്ങോട്ട് എന്താ പറയുക ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊന്നും എടുക്കാൻ പറ്റില്ല പറയാമെന്ന് വിചാരിച്ചൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും പ്രളം പിടിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം പിന്നെ അങ്ങനെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരാഴ്ച ചെയ്യുന്നുണ്ട് ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടിട്ടില്ല ഇതുവരെയും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ അതൊരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പൂട്ടാണ് പക്ഷെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ ഇതിലോട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാവുക പിന്നെ അത് എടുക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഇതാവുക എനിക്ക് ഒരു ഇൻട്രസ്റ്റ് പോവാണ് അപ്പോൾ അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് അവിടെ ബീച്ചിൽ പോയിട്ട് അജോല എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പാനിൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ കുടിച്ച വാട്ടർ ബോട്ടിലൊന്നും അവിടെ പുറത്തിടാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒക്കെ റീസൈക്ലിങ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് അവൾ എന്താ പറയുക അവളുടെ പാനിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെ അവൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ യൂസ് എത്ര ബോട്ടിൽസേ അതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കുറേയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അവൾ ബോട്ടിൽസ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളിതൊക്കെ അങ്ങോട്ട് വേസ്റ്റിലോട്ട് അങ്ങോട്ട് കളയും അത്ര തന്നെ അല്ലാണ്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ വെള്ളം കുടിക്കുന്ന കുപ്പികളൊന്നും എടുത്ത് വെക്കാറില്ല അപ്പോൾ കളയാറുണ്ട് പക്ഷേ ഇതവൾ ഇപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വിശേഷം അപ്പോൾ പിന്നെ എന്താ പറയുക പോകുമ്പോൾ പിന്നെ ഇതിന് ശേഷം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ ഫോക്സ് വേൾഡ് അവിടെ ഇതുണ്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ചെറിയതായിട്ടൊരു ഇതുണ്ട് ജയൻറ്റ് വീലും ആ സ്വിങ്ങും അതൊക്കെ ആയിട്ട് അപ്പം അതിലൊക്കെ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതൊരു ചില വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ശരി എനിക്ക് എന്തായാലും കയറി പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് കയറിയത് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ പറയുക പേടി ഇപ്പം ഞാൻ കുറേ നാളായി അങ്ങനെയൊക്കെ കയറിയിട്ട് അപ്പോൾ കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ടെൻഷനായിരുന്നു എനിക്കറിയാം അതിലൊന്നും വീഴില്ലായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഒരുമാതിരി വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്ന മാതിരി എന്തൊക്കെയോ ഒരുമാതിരി നമ്മൾ പൊങ്ങി പോണ മാതിരിയൊക്കെ തോന്നും ഇരിക്കണ് പക്ഷെ അത് നമ്മൾ മുകളിലോട്ട് പൊന്തിടുന്നൊക്കെ തോന്നുക അപ്പം എന്താവും അപ്പം ഞാൻ ഓടിയിടും പുറത്തുനിന്നാണ് അജോല എടുത്തത് എന്താണെന്ന് വെച്ചാൽ അജോലയും കയറിയില്ലല്ലോ അപ്പോൾ അവർ പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അജോല എന്നെ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കും ജൈൻവീലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആളെനിക്ക് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഷോർട്സിലിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് കുറേ നാളെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോകണം അവിടെ കയറണം ആദ്യം കുറേ നാളുകൾക്ക് മുമ്പാണ് കയറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ടച്ച് വിട്ടു പോകല്ലേ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് എടുത്ത് പോകണമെങ്കിൽ ഇത്ര പേടി ഉണ്ടാവില്ല കുറച്ചാൾ കഴിയുമ്പോഴാണ് പിന്നെ പേടി കൂടുന്നത് എന്നാണ് പറയുന്നത് പിന്നെന്താ പറയുന്നത് പിന്നെ ഞങ്ങൾ രാത്രി വരുന്ന വഴിക്ക് ഇതൊക്കെ കഴിച്ചായിരുന്നു ഇതൊക്കെ ഫിഷിൻ്റെ ഐറ്റംസ് ആയിരുന്നു രാത്രി കഴിച്ചത് ഫിഷ് ഫ്രൈ സ്ക്വിഡ് ഫ്രൈ പിന്നെ
ചെറിയ ഞണ്ടുണ്ടല്ലോ അത്, അതിൻ്റെ ഫ്രൈ, പിന്നെ പൊറോട്ട, ഓംലെറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫിഷായിരുന്നു കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐസ്ക്രീം ഇതൊക്കെ കഴിച്ചായിരുന്നു, ഫലൂഡ, പിന്നെ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക അതിൻ്റെ പേര് ജിഗർദണ്ട, പിന്നെ ഫലൂഡ, അതൊക്കെ ഐസ്ക്രീം, അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് കൂടുതലുള്ള സാധനങ്ങൾ കുറേ കഴിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ആഗ്രഹം. ജ്യൂസ് അങ്ങനെ കുറേ കുടിക്കുക, തണുപ്പുള്ളത് വേണം എനിക്ക്. വെള്ളമൊക്കെയാണ്, പക്ഷെ അത് കുറച്ച് തണുപ്പായിട്ട് വേണം. പിന്നെ ഒരു ബോട്ടിൽ കൂളിംഗ് ആയിട്ടുള്ള നല്ല ഐസ് വാട്ടർ വാങ്ങിച്ചായിരുന്നു ബോട്ടിൽ. എന്ന് വെച്ചാൽ എനിക്കതിങ്ങനെ കുടിക്കണം, എന്താണെന്ന് പറയുക, അത്രയും വയർക്കാണല്ലോ, ചൂടാണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് പുറത്ത് പോയി ചൂടുള്ള സമയത്ത് പുറത്ത് പോയി എൻ്റെ ഒരു ഇതാണത്. എന്താ പറയുക, വെള്ളം ഐറ്റംസ് ഇങ്ങനെ കൂടുതലും കുടിക്കുക എന്നുള്ളത്, കൂളിംഗ് ആയിട്ടുള്ളത് കുടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം കഴിച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. ഐസ്ക്രീം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ഫലൂഡ. പക്ഷെ പിന്നെ ഇത് ജിഗർദണ്ഡയും കുറച്ച് ഞാൻ കുടിച്ചായിരുന്നു. எப்படி கத்துனீங்களாமே? அவ்வளோ கத்துனீங்களா? பயம், பப்பாவுக்கு பயம் வரக்கூடாதுன்றங்க நான் கத்துறேன். குடிங்க. അപ്പോൾ അജോല ചോദിക്കണേ ഹോളിഡേ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞേ അജോലനോട്. ഇറങ്ങി വന്നപ്പം എൻ്റെ അഭിപ്രായം ചോദിച്ചാണ് അവള്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹോളിയിട്ടത് എന്താണെന്ന് വെച്ചാൽ പപ്പയ്ക്ക് പേടിയായി, കാരണം പപ്പ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോളിയിട്ടതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്വിങ്ങിൽ കയറിയിട്ടോ. അതും അജോല വരില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല, വേണ്ടെങ്കിൽ വേണ്ട അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കയറി. അതിലെനിക്ക് എനിക്കറിയാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്താണെന്നറിയില്ല. അതാ ഞാൻ പറഞ്ഞു, കുറേ നമ്മൾ ഗ്യാപ്പ് വരുമ്പോഴേ പെട്ടെന്ന് അടുത്തടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഗ്യാപ്പ് വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം, വേറെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അത് കയറി. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊരു കുട്ടി ഇറങ്ങി പോവാന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വേറെ റിലേറ്റീവ്സ് 2 പേര് അതിനെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് എന്നിട്ട് ആ കുട്ടിക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ അധികം സ്പീഡിൽ അങ്ങനെ അതെന്താ പറയുക, എത്രയോ ഇതുണ്ടല്ലോ, എത്രയോ ടൈംസ് ഇങ്ങനെ സ്വിങ് ചെയ്യാന്നുള്ളത്, അത് ചെയ്തില്ല അവർ. എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് അറിയണ കാരണം സ്റ്റോപ്പ് ചെയ്തു, ഞങ്ങളെല്ലാവരും ഇറക്കി വിട്ടു. അപ്പോൾ കുറച്ച് നേരം അതിൽ ഇരുന്നുള്ളൂ. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഐസ്ക്രീം ഇതൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അണ്ണാനഗർ എവിടെയും കൂടെ എത്തിയതിന് ശേഷം തോന്നുന്നുണ്ട് ജ്യൂസ് ഒരു ബാലൻസ് ഉണ്ടായല്ലോ കുടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് മസ്ക് മെലൺ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, മിൻറ്റ് ലൈം, അങ്ങനെ മിൻറ്റിൻ്റെ ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയോ കുടിച്ചു. അപ്പോഴും ദാഹമൊന്നും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ കുറേ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ ഐസ് വാട്ടർ ആകെ ഒരു ബോട്ടിൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പുറത്തുനിന്ന്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ബോട്ടിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം 1 ലിറ്റർ ബോട്ടിൽ ഞങ്ങൾ എപ്പോഴും എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു കേസ് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഒരു കേസ് അല്ലെങ്കിൽ കുറച്ച് ബോട്ടിൽസൊക്കെ ഉണ്ടാവും. അപ്പം അത് കാരണം വെള്ളത്തിന് പ്രശ്നമില്ല. അത് ഐസ് വാട്ടർ കൂളിംഗ് ആയിട്ടുള്ള കിട്ടണം എന്നാണ് എൻ്റെ നിർബന്ധം. അപ്പോൾ അത് കാരണം ഒരു ബോട്ടിൽ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഈ കുടിച്ച ബോട്ടിലൊക്കെ ജോല വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഡസ്റ്റ്ബിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ടിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഡസ്റ്റ്ബിന്നിലിടും. ഇതൊന്നും ഇട്ടില്ല, എല്ലാം എടുത്ത് വെച്ചു എന്നാണ് പറയണത്. എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ വിൽക്കണം. അങ്ങനെയാണ് വിശേഷം. പിന്നെ എല്ലാവരും ഈ ഫോക്സ് വേൾഡൊക്കെ നല്ല ഒരു നമ്മൾ പെട്ടെന്ന് പോയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോകുമ്പോൾ കുറേ ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് അടുത്തല്ല, കുറച്ച് വഴി ഉണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിന് അവിടെ നിന്ന് അടയാർക്ക്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കയറാം എന്നുള്ളതാണ് ഒരു ഇത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര വയ്യാണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വീഡിയോ ജ്യൂസിൻ്റെ അടുത്തുണ്ടെന്നുണ്ട്. പക്ഷേ ഡിന്നർ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും വീഡിയോ എടുത്തില്ല. ആ സമയത്ത് ഒന്നും ഓർമ്മയുണ്ടാവില്ല, എടുക്കണം പിടിക്കണമെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. അതാണ് விளையாடு போது நெட்வொர்க் ஆகணும். அதே ஒன்று வந்து எனக்கு பயலாம் கிடையாது, ரொம்ப நாளா வந்து ஒரு இல்லையா கொஞ்சம் छोटा भीम அடிக்கிறதா அதோட பட்ட வீடியோ தரேன். அப்படியே அஜால ஃபேஸ் மாதிரி இருக்கு. ஆமா ஃபேஸ் கட் செம்மடா ஃபேஸ் கட் கார் छोटा भीम छोटा भीम छोटा भीम छोटा भीम
One is silver Mada. No. One is white Mada, one is sandal Mada. ஒரு மக்கு காய் இதாடி காய் ஃப்ரண்ட்ல இருக்க ஃப்ரண்ட் ரோ என்ன காய் பண்ற நீ wasted guy. Thank you. அவ்வளவுதான்.